ഇസ്ലാമിക തീവ്രവാദി സംഘം 11 ക്രിസ്ത്യാനികളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തു. കോങ്കോയിലെ ഇറ്റൂരി പ്രവിശ്യയിലെ എൻഡിമോ ഗ്രാമത്തിലാണ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ക്രൂരമായ ആക്രമണം നടത്തിയത്. സൈനിക ഭരണാധികാരി പ്രദേശം സന്ദർശിക്കുന്നതിൻ്റെ അടുത്ത സമയങ്ങളിലാണ് ആക്രമണം നടന്നതെന്നതും ശ്രദ്ധേയമാണ്. തീവ്രവാദികൾ നിരവധി ആളുകളെയും വീടുകളെയും അഗ്നിക്കിരയാക്കിയെന്ന് രക്ഷപ്പെട്ട ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തീവ്രവാദികളുടെ ക്രൂരവും പ്രാകൃതവുമായ നടപടികൾ ഒരിക്കൽ സമാധാനപരമായിരുന്ന തങ്ങളുടെ ഗ്രാമത്തെ ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തീവ്രവാദികൾ പ്രദേശത്തെ 7 പേരെ കൊലപ്പെടുത്തിയിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും കോങ്കോയിൽ 100-ലധികം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇവർ ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ കൊല്ലുകയുമാണ് പതിവ്. ബെനിയിലെ ബിഷപ്പ് ആക്രമണത്തെ അപലപിക്കുകയും സമൂഹത്തിൽ പ്രവേശിക്കുന്ന അപരിചിതരെക്കുറിച്ച് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ ഗ്രാമവാസികൾ പ്രകടിപ്പിക്കുന്ന സഹിഷ്ണുതയും ധൈര്യവും ജീവിതം പുനർനിർമ്മിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയത്തിനുള്ള തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.